സൊഹറാൻ മാംദാനിയുടെ വിജയം ഉറപ്പിക്കാൻ ആവുമോ? തീർച്ചയായും പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഈ ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ അദ്ദേഹം മുന്നേറുകയും വിജയിക്കുമെന്ന് ഉറപ്പാവുകയും ചെയ്തുവെങ്കിലും അദ്ദേഹം തന്നെയായിരിക്കും അടുത്ത മേയർ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഒരു ആണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നുന്നത്. എന്ന് മാത്രമല്ല, തീവ്ര ഇടതുപക്ഷമാണ്, അതായത് തീവ്ര സോഷ്യലിസ്റ്റാണ് എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തിനെതിരായി പറയുന്നത്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ ഈ സാധാരണ ജനങ്ങളെ എത്രമാത്രം അത് സ്വാധീനിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതൊന്നുമല്ല. ജനങ്ങളുടെ പ്രശ്നം വില കൂടുന്നതും ഈ സാധനങ്ങൾ ലഭ്യമല്ലാത്തതും വീടിന് വാടക കൂടുന്നതും ഇങ്ങനെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങളാണ്. ഈ അടിസ്ഥാന പ്രശ്നങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് മാംദാനി പറഞ്ഞിരിക്കുന്നത്. നേരെ മറിച്ച് മറ്റു സ്ഥാനാർത്ഥികളൊന്നും, ഈ പ്രസിഡന്റ് ട്രംപും ഇതുപോലെയൊക്കെ പറഞ്ഞതാണ്, പക്ഷെ ഒരു കാര്യം ചെയ്തില്ല. സാധനങ്ങളുടെ വില കൂടുകയല്ലാതെ കുറഞ്ഞില്ല. അപ്പം അങ്ങനെയല്ല, മാംദാനി വന്നു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുമെന്നാണ് അദ്ദേഹം ഉറപ്പ് പറയുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് നമ്മൾ കാണുന്നത്. ജനങ്ങൾ ആഗ്രഹിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ബസ്സിന് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം, സിറ്റി ബസ്സുകളിലെല്ലാം വെറുതെ പൈസ കൊടുക്കാതെ തന്നെ യാത്ര ചെയ്യാം. ഈ ചൈൽഡ് കെയർ, അതായത് ഈ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. പ്രത്യേകിച്ച് സിറ്റിയിലൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ, അവർ പ്രസവിച്ചു കഴിഞ്ഞാൽ അവരുടെ കുട്ടിയെ നോക്കാനൊന്നും ഭർത്താവ് തന്നെ കാണണമെന്നില്ല. പിന്നെ മറ്റ് എക്സ്റ്റൻഡഡ് ഫാമിലി അവരൊന്നും സഹായിക്കാൻ കാണണമെന്നില്ല. അപ്പോൾ അവർ ആ കുട്ടിയെ നോക്കണം. കുട്ടിയെ നോക്കിയില്ലെങ്കിൽ വീട് പട്ടിണിയാവും, മറ്റു കുട്ടികളും ഇവരും എല്ലാം പട്ടിണിയാവും. അപ്പോൾ ആ ചൈൽഡ് കെയർ, അങ്ങനെയുള്ള അവസ്ഥയിലുള്ള ആളുകൾക്ക് അവർക്ക് ചൈൽഡ് കെയറിനുള്ള സഹായങ്ങൾ എത്തിക്കുക, അതിനുള്ള ആ കുട്ടികളെ നോക്കുന്നതിനുള്ള സംരക്ഷണം, അതിനുള്ള ചെലവുകൾ, അതിനുള്ള സംവിധാനം ഒരുക്കുക. അതുപോലെ തന്നെ ഈ ഗ്രോസറി സ്റ്റോറുകൾ, നമ്മുടെ നാട്ടിലെ മാവേലി സ്റ്റോറൊക്കെ പോലെ ഇവിടെയും സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അതുപോലുള്ള സ്റ്റോറുകൾ തുറക്കുക, ഗ്രോസറി സ്റ്റോർ. അങ്ങനെ എങ്ങാനും തുറന്നാൽ സ്ഥലം വിടുമെന്നാണ് ഈ വമ്പൻ ഗ്രോസറി സ്റ്റോറിൻ്റെ ഉടമകളൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ വലിയ പണക്കാരും ന്യൂയോർക്ക് വിട്ടുപോകുമെന്നാണ് ഇപ്പം തന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം ട്രംപ് അധികാരമേറ്റ ഉടൻ പലരും അമേരിക്ക വിട്ടുപോയത് നമ്മൾ കണ്ടു. ഡി ജനറീസ്, അതുപോലെ തന്നെ വേറെ ചില നടികളൊക്കെ അയർലൻഡിലേക്കും ബ്രിട്ടനിലേക്കും ഒക്കെ സ്ഥലം വിട്ട് കളഞ്ഞത്. കാരണം ഇവിടെ ട്രംപിൻ്റെ അമേരിക്കയിൽ ജീവിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു പോയത് നമ്മൾ കണ്ടതാണ്. അതേ ഒരു അവസ്ഥ മാംദാനിയുടെ ന്യൂയോർക്കിൽ ജീവിക്കേണ്ട എന്ന് പറഞ്ഞ് പണക്കാരെല്ലാം ഫ്ലോറിഡായിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി എന്നിരിക്കും. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവിടെയും എല്ലായിടത്തും വീട് കാണും. ഇവിടുന്ന് മാറിപ്പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, അവരുടെ ബിസിനസ്സിനെ ബാധിക്കുകയുമില്ല. പക്ഷേ ന്യൂയോർക്കിൻ്റെ വരുമാനത്തെയും അത് ബാധിച്ചു വന്നിരിക്കും. എങ്ങനെയായാലും ഇതെല്ലാം കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, ഇപ്പം തന്നെ മാംദാനിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉള്ള അതിശക്തമായ എതിർപ്പുകൾ ഉയർന്നു വരുന്നു. യഹൂദരുടെ ഇടയിൽ നിന്നുണ്ട്, ഹിന്ദുക്കളുടെ ഇടയിൽ നിന്നുണ്ട്, അതുപോലെ തന്നെ ട്രംപ് അനുകൂലികളുടെ ഇടയിൽ നിന്നുണ്ട്. പ്രത്യേകിച്ച് ട്രംപ് അനുകൂലികൾ ഇസ്ലാമോഫോബിയാണ് പ്രധാനമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കുറേ വർഷം മുമ്പ് ന്യൂയോർക്ക് സിറ്റി ആക്രമിച്ച് ന്യൂയോർക്ക് സിറ്റിയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിച്ച് 13,000 പേരുടെ മരണത്തിനിടയാക്കിയത് ഈ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് വന്ന ഭീകരപ്രവർത്തകരാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്തൊരു ഇസ്ലാമിക സെൻറ്റർ, ഒരു മോസ്ക് സ്ഥാപിക്കുന്നതിന് ശ്രമം നടന്നത്, അതിന് അനുമതി ലഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എന്തായാലും അമേരിക്ക ട്രഡീഷൻ, ഈ മതപരമായ ഒരു ഭിന്നത കാണിക്കുന്നില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ ഒരു മഹത്വം. അപ്പം മാംദാനിയുടെ മതവിശ്വാസം ഒരു പ്രശ്നമായിട്ട് ആരും കരുതുന്നില്ല എന്ന് വേണം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. എങ്ങനെയായാലും ഇതിനെതിരെ ഈ മാഗ റിപ്പബ്ലിക്കൻസും അതുപോലെയുള്ള ഒരു വിഭാഗം ആളുകൾ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇനി ഡെമോക്രാറ്റിക് ലീഡേഴ്സ് തന്നെ, കോൺഗ്രസ് അംഗം ടോം സുവോസി, അദ്ദേഹത്തെ പോലുള്ള മിതവാദികൾ, ഞങ്ങളാരും സോഷ്യലിസ്റ്റ് അല്ല, അതുകൊണ്ട് മാംദാനിയെ പിന്തുണയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പം മാംദാനി ഇല്ലെങ്കിൽ പിന്നെ ആര് എന്നുള്ളതാണ് ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ മുൻ ഗവർണർ ആൻഡ്രൂ കോമോ മത്സരരംഗം വിട്ടുവെന്നാണ് കരുതേണ്ടിയിരിക്കുന്നത്. അദ്ദേഹം പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല, പക്ഷേ എങ്കിലും മത്സരരംഗം വിടുമെന്നാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ള കേന്ദ്രങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഇൻഡിപെൻഡൻ്റ് എന്ന നിലയിൽ അടുത്ത നവംബറിലെ ഇലക്ഷനിലും അത് ബാലറ്റ് പേപ്പറിൽ ഉണ്ടാവും. പക്ഷേ മത്സരരംഗത്തേക്ക് അദ്ദേഹം വരാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി ഇപ്പോഴത്തെ മേയർ എറിക് ആഡംസ് ആണ്. അപ്പോൾ എറിക് ആഡംസും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അദ്ദേഹം നേരത്തെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ വിജയിച്ചതാണ്, പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്രാവശ്യം പ്രൈമറിയിൽ ജയിക്കില്ല അറിഞ്ഞതുകൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
പിന്നെ അതിനാൽ എറിക് ആഡംസിൻ്റെ പിന്നിൽ ഈ ബിസിനസ് ലോബി മുഴുവൻ, പണക്കാരുടെ ലോബി മുഴുവൻ അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ ഒരു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി വരാനുള്ള സാധ്യതയുണ്ട്, കർട്ടിസ് സ്ലീവ എന്ന് പറഞ്ഞൊരു കക്ഷി. അപ്പോൾ ആ കക്ഷിയെ ഇവിടുന്ന് ഒഴിവാക്കി അദ്ദേഹത്തിന് ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ എന്തെങ്കിലും ഒരു പദവി കൊടുത്ത്, എന്തെങ്കിലും ഒരു സ്ഥാനം കൊടുത്ത് അദ്ദേഹത്തെ ഈ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റുകളിലും എല്ലാം കൂടെ ചേർന്ന് ഈ എറിക് ആഡംസിനെ പിന്തുണയ്ക്കണം എന്നാണ് ഇപ്പോഴത്തെ ഒരു നിലപാട് വന്നിരിക്കുന്നത്. എന്നല്ല, എറിക് ആഡംസ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് അങ്ങ് ചേരണം എന്ന് പോലും ചിലർ നിർദ്ദേശിക്കുന്നുണ്ട്. എങ്ങനെ വന്നാലും മാംദാനിയെ തുരത്തണം, പരാജയപ്പെടുത്തണം എന്നുള്ളതാണ് ഇവരുടെ എല്ലാം അജണ്ടയായിട്ട് വന്നിരിക്കുന്നത്. അല്ല, അത് സ്വാഭാവികമാണ് താനും. കാരണം ഒരു സോഷ്യലിസ്റ്റ് ആശയങ്ങളും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പണക്കാരും സമ്പന്നരായ ആളുകളും അവരുടെ കയ്യിലാണല്ലോ സിറ്റിയും എല്ലാം ഇരിക്കുന്നത്. അവർക്ക് ദോഷമാണ്, അവരെ ടാക്സ് ചെയ്യുമെന്നാണ് മാംദാനി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ സമ്പന്നരായ 1% ആളുകളിൽ നിന്ന് ഈ ചൈൽഡ് കെയറിനും അല്ലെ ബസ്സിൽ ഫ്രീ ടിക്കറ്റ് കൊടുക്കാനും ഈ വില കുറഞ്ഞ് ഗ്രോസറി കൊടുക്കാനും ഒക്കെ അതിനൊക്കെ പണം കണ്ടെത്തുന്നത് ഈ സമ്പന്നരായ 1% പേര് അവർക്ക് കൂടുതൽ ടാക്സ് ചെലുത്തും, അവർക്ക് കൂടുതൽ ടാക്സ് ചുമത്തും എന്ന് തന്നെയാണ് മാംദാനി പറയുന്നത്. അപ്പം പിന്നെ അത് അവർക്ക് ഇഷ്ടപ്പെടുകയല്ലോ. നാച്ചുറലി അവരെല്ലാവരും കൂടി ഒന്നിച്ച് മാംദാനിക്കെതിരെ രംഗത്ത് വരികയും ചെയ്യുന്നു. അപ്പോൾ മാംദാനിക്കും പ്രശ്നമൊന്നുമില്ല. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ മുസ്ലിം ജനവിഭാഗം ഇവിടെ മാത്രമല്ല ലോകമെങ്ങുമുള്ള മുസ്ലിം ജനത തയ്യാറാണ്. കാരണം അവരുടെ ഒരാൾ ഇങ്ങനെ ഇത്രയും സുപ്രധാനമായ ഒരു സ്ഥാനത്ത് എത്തുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. അപ്പം ഇദ്ദേഹം ഒരിക്കലും ഒരു തീവ്ര മുസ്ലിം അല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ആളുകൾ ഈ മുസ്ലിങ്ങൾ തീവ്ര മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞാലും പിന്നീട് അവരുടെ നിലപാടുകളിൽ മാറ്റം വരുമെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. എന്ന് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് അനർഹമായ പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിനും ഇങ്ങനെ കീ പൊസിഷനിലൊക്കെ ആളുകളുണ്ടെങ്കിൽ ലഭിക്കുന്നതിനും സാധ്യത ഉണ്ടാകുമെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഹിന്ദു ഗ്രൂപ്പുകളിലൊരു എണ്ണം കണ്ടതാണ്, 1000 ഹിന്ദുക്കൾ നമ്മൾ ഇങ്ങേർക്കെതിരെ ന്യൂയോർക്ക് സിറ്റിയിൽ കൂടെ പ്രകടനം നടത്തണം. ഞങ്ങൾ ഇദ്ദേഹം ഇന്ത്യക്കാരനാണെങ്കിലും ഞങ്ങൾ ഇന്ത്യൻ അമേരിക്കക്കാർ ഇങ്ങനോട് താല്പര്യമില്ല എന്നും പറഞ്ഞ് അങ്ങനെ ജനശ്രദ്ധ നേടണം എന്നൊക്കെ പറഞ്ഞ് ഉള്ള പ്രചാരണങ്ങളൊക്കെ കണ്ടു. എന്തായാലും ഈ ടാർഗറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാംദാനി പെട്ടെന്ന് മാറിയിരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ മാംദാനിക്ക് അത്രയധികം പ്രചാരണവും സ്വീകാര്യതയും അംഗീകാരവുമാണ് ലഭിച്ചിരിക്കുന്നത്. അതിൽ വാസ്തവത്തിൽ നമ്മൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയൊക്കെ അഭിമാനിക്കേണ്ടതാണ്. ഒരു ഇന്ത്യക്കാരന് ഈ നിലയിലൊക്കെ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ വളരെ സന്തോഷപ്പെടേണ്ടതാണ്. നിർഭാഗ്യവശാൽ ആ സന്തോഷമൊന്നും നമ്മുടെ കമ്മ്യൂണിറ്റികളിലൊന്നും കാണുന്നില്ല. പ്രധാനപ്പെട്ട കാരണം ഇസ്ലാമോഫോബിയ ഉണ്ടെന്നുള്ളത് തന്നെയാണ്. ഇല്ലാതെ നമ്മൾ എന്തിനാണ് പറയുന്നത്? അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ അദ്ദേഹത്തിൻ്റെ തീവ്ര ലെഫ്റ്റിസ്റ്റ് നയങ്ങളോട് നമ്മളിൽ പലർക്കും താല്പര്യവുമില്ല. അമേരിക്കയിൽ വന്നത് അമേരിക്ക ഒരു മുതലാളിത്ത രാജ്യവും വെള്ളക്കാരുടെ രാജ്യവും ഒക്കെ ആയതുകൊണ്ടാണല്ലോ നമ്മളിങ്ങോട്ട് വന്നത്. ഇവിടെ സോഷ്യലിസമൊക്കെ ആയിരുന്നെങ്കിൽ വരാനായിട്ട് പലരും താല്പര്യം കാണിക്കാൻ പോലുമില്ലായിരുന്നു. എന്തായാലും വരും ദിനങ്ങളിൽ കാത്തിരുന്ന് കാണാം. പക്ഷേ ഇത്രയും വലിയ വിജയം നേടിയ മാംദാനി ഇനിയും വിജയം നേടാതിരിക്കാൻ കാര്യമൊന്നുമില്ല. എനിവേ, നവംബർ വരെ നമുക്ക് കാത്തിരിക്കാം.